ഹായ് ഗൈസ്, നമ്മൾക്ക് എന്താണ് CSS ബോക്സ് മോഡൽ എന്ന് നോക്കാം. ഇത് പറയാൻ കുറച്ചുകൂടി നല്ലത് ഒരു ഫ്രഷ് പേജ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തു വെച്ച കണ്ടന്റ് ഒക്കെ ഈ പേജിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു. കൂടാതെ അതിൽ ഞാൻ ആഡ് ചെയ്ത ബോഡി, H1 എന്നിവയുടെ ഒഴികെ ബാക്കി CSS സ്റ്റൈലൊക്കെ ഞാൻ കളയുന്നു. ഇനി നമ്മൾക്ക് ഒരു ഹെഡിങ്ങും ഒരു ഡിവും ഒരു പാരഗ്രാഫും മാത്രം വെച്ച് തുടങ്ങാം. ഞാനിവിടെ ഒരു H1 ടാഗ് ആഡ് ചെയ്യുന്നു. ഹെഡിങ് ആയി ഞാൻ വെറുതെ ലേൺ CSS ബോക്സ് മോഡൽ എന്ന് കൊടുക്കുന്നു. ഇനി ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്യാം. ഈ ഡിവിനകത്ത് ഞാനൊരു പാരഗ്രാഫ് ആഡ് ചെയ്യുന്നു. നമ്മൾക്കിവിടെ ഹലോ, ദിസ് ഈസ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ടു ലേൺ ദ ബോക്സ് മോഡൽ ഓഫ് CSS എന്ന് എഴുതാം. ഡിവ് വെറുതെ അങ്ങ് ക്രിയേറ്റ് ചെയ്ത് വെക്കരുത് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഓർക്കുമല്ലോ. അതുകൊണ്ട് ഈ ഡിവിന് നമ്മൾക്ക് ഒരു ക്ലാസ് നെയിം ഡിഫൈൻ ചെയ്യാം. നമ്മൾക്കിതിനെ ബോക്സ് എന്ന് വിളിക്കാം. ഈ വീഡിയോയിൽ നമ്മൾ കൂടുതലായി നോക്കാൻ പോകുന്നത് CSS ആണ്. അതിനു മുന്നേ ഒരു കാര്യം പറയാം. നമ്മൾ HTML-ൽ കമന്റ് ആഡ് ചെയ്യുന്നത് എങ്ങനെ എന്ന് പഠിച്ചതല്ലേ? ഞാൻ ഇവിടെ ഒരു കമന്റ് വെറുതെ എഴുതുന്നു. ദിസ് ഈസ് എ div വിത്ത് എ ക്ലാസ് കോൾഡ് ബോക്സ് എന്ന് എഴുതുന്നു. ഇനി നമ്മൾക്ക് ഇതുപോലെ CSS-ൽ എങ്ങനെ കമന്റ് എഴുതാം എന്ന് നോക്കിയാലോ? നിങ്ങൾ HTML-ൽ എഴുതിയതുപോലെ CSS-ൽ എഴുതിയാൽ അത് റോങ് ആണ്. CSS-ലെ കമന്റിന്റെ ഫോർമാറ്റ് തന്നെ വേറെയാണ്. നിങ്ങൾ പ്രോഗ്രാമിംഗ് ഒക്കെ അറിയുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ഫോർമാറ്റ് തന്നെയാണ് ഇത്. കാരണം C പ്രോഗ്രാംസിൽ ഉപയോഗിക്കുന്ന ഒരു ഫോർമാറ്റ് തന്നെയാണ് CSS-ലും ഉപയോഗിക്കുന്നത്. ഇവിടെ ഇങ്ങനെയാണ് കമന്റ് എഴുതുക. ഒരു സ്ലാഷ് ഇടുക, എന്നിട്ട് ഒരു സ്റ്റാർ ഇടുക, എന്നിട്ട് നിങ്ങളുടെ കമന്റ് എന്താണെന്ന് വെച്ചാൽ അത് എഴുതുക. എന്നിട്ട് ഈ കമന്റ് ക്ലോസ് ചെയ്യണം. കമന്റിന്റെ തുടക്കം എങ്ങനെയായിരുന്നുവോ അതിന് നേരെ ഓപ്പോസിറ്റ് രീതിയിലാണ് നമ്മൾ കമന്റ് ക്ലോസ് ചെയ്യുന്നത്. അതായത് ഇവിടെ നമ്മൾ സ്റ്റാർ സ്ലാഷ് എന്നിട്ടിട്ട് കമന്റ് ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്യാൻ നമ്മൾ സ്റ്റാർ സ്ലാഷ് എന്നിടുന്നു. ഇതൊരു മൾട്ടി ലൈൻ കമന്റ് ആണ്. എന്ന് വെച്ചാൽ ഈ സ്ലാഷ് സ്റ്റാർ എന്നിട്ട ശേഷം എത്ര ലൈൻ വേണമെങ്കിലും നിങ്ങൾക്ക് കമന്റ് ആയി എഴുതാം. അതിനുശേഷം സ്റ്റാർ സ്ലാഷ് എന്നെഴുതി അത് ക്ലോസ് ചെയ്യാൻ മറക്കാതിരുന്നാൽ മാത്രം മതി. ഒരിക്കലും HTML കമന്റ് CSS-ൽ കൊണ്ടുചെന്ന് എഴുതരുത്. അത് റോങ് ആണ്. ഞാൻ ഏതായാലും ഇവിടെ ലേണിംഗ് CSS ബോക്സ് മോഡൽ എന്ന് ഒരു കമന്റ് എഴുതുന്നു. നേരത്തെ എഴുതിയ HTML ഓർമ്മയുണ്ടല്ലോ? ഇതിലൊരു ഹെഡിങ് ഉണ്ട്, ഒരു ഡിവ് ഉണ്ട്. ആ ഡിവിൽ ഒരു ബോക്സ് എന്ന ക്ലാസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കൂടാതെ ആ ഡിവിന്റെ അകത്ത് ഒരു പാരഗ്രാഫും ഉണ്ട് അല്ലേ? ഇനി നമ്മൾക്ക് ഈ ബോക്സ് എന്ന ക്ലാസ് ഉള്ള ഡിവിനെ ഇവിടെ സ്റ്റൈൽ ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ ഡോട്ട് ബോക്സ് എന്ന ക്ലാസ് സെലക്ടർ യൂസ് ചെയ്യുന്നു. ബോക്സ് മോഡൽ പഠിക്കുമ്പോൾ പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എലമെന്റിനെ സ്റ്റൈൽ ചെയ്യുമ്പോൾ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ അപ്ലൈ ചെയ്യണം എന്നത്. കാരണം അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന ഓരോ പ്രോപ്പർട്ടീസ് എന്തിനുള്ളതാണെന്നും അവ എങ്ങനെ വർക്ക് ചെയ്യുന്നുവെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഈ ബോക്സിന് ഞാൻ ആദ്യമേ തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ അപ്ലൈ ചെയ്യുന്നു. നമ്മൾക്കിതിന് പിങ്ക് കളർ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പേജിൽ പിങ്ക് ബാക്ക്ഗ്രൗണ്ട് കളറുള്ള ഒരു ഡിവ് വന്നത് കാണാമല്ലോ? ഈ ബാക്ക്ഗ്രൗണ്ട് കളർ ബോക്സ് എന്ന ആ ഡിവിനാണെന്നും അതിന്റെ ഉള്ളിലുള്ള പാരഗ്രാഫിന് അല്ല അപ്ലൈ ചെയ്തതെന്നും ഓർക്കുക. ഇപ്പോൾ ഈ ബോക്സ് നമ്മുടെ പേജിന്റെ ഇടത്തേ അറ്റം മുതൽ വലത്തേ അറ്റം വരെ വിഡ്ത്തുള്ള ഒരു എലമെന്റ് ആയിട്ടാണല്ലോ കാണുന്നത്. ഇനി ഞാൻ ഇതിന് ഒരു വിഡ്ത്ത് കൊടുക്കുന്നു. വിഡ്ത്ത് 300 പിക്സൽ എന്ന് സെറ്റ് ചെയ്യുന്നു. ഇപ്പോൾ പേജ് നോക്കൂ. ആ ഡിവിന്റെ വിഡ്ത്ത് 300 പിക്സൽ ആയിരിക്കുന്നു. പക്ഷേ ഹൈറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി അത് ഓട്ടോമാറ്റിക്കലി ആ ടെക്സ്റ്റ് ഉൾക്കൊള്ളാൻ വേണ്ടുന്ന അത്രയും ഹൈറ്റ് ചൂസ് ചെയ്തു. നേരത്തെ നീളത്തിൽ ഒരൊറ്റ ലൈനിൽ ഉണ്ടായിരുന്ന ആ പാരഗ്രാഫ് ഇപ്പോൾ ഒന്നിലധികം ലൈനുകളിലേക്ക് പോയത് കണ്ടല്ലോ. CSS-ൽ പ്രധാനമായും ബോക്സ് മോഡൽ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് 3 പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ ഞാനത് ഇവിടെ കമന്റ് ആയി എഴുതി വെച്ചേക്കാം. മാർജിൻ, ബോർഡർ, പാഡിംഗ് എന്നിവയാണവ. ഈ 3 പ്രോപ്പർട്ടീസിന്റെ വർക്കിംഗ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അവ ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യം മാർജിൻ. മാർജിൻ എന്നാൽ നമ്മളുടെ ഡിവിന് അതിന്റെ പാരന്റ് എലമെന്റിന്റെ ബോർഡറിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണ് എന്നുള്ള ഒരു അളവാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ മാർജിൻ 50 പിക്സൽ എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഡിവ് മൊത്തത്തിൽ കുറച്ച് റൈറ്റ് സൈഡിലോട്ടും താഴോട്ടും മൂവ് ചെയ്തത് കണ്ടില്ലേ? ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ നമ്മുടെ ഡിവിന്റെ പാരന്റ് എലമെന്റായി മറ്റൊരു ഡിവ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഡിവിന്റെ പാരന്റ് ബോഡി ടാഗ് ആണ്. ബോഡി എന്നത് ഈ മൊത്തം വ്യൂ പോർട്ട് വിൻഡോ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന്റെ ഉള്ളിലാണല്ലോ നമ്മുടെ ഡിവ് ആയ ബോക്സ് ഉള്ളത്. ഈ ബോക്സ് അതിന്റെ മാർജിനിൽ നിന്നും എത്ര വിട്ടു നിൽക്കണം അഥവാ എത്ര ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇവിടെ ഞാനിപ്പോൾ മാർജിൻ 50 പിക്സൽ എന്ന് കൊടുത്തപ്പോൾ ഇവിടെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്നും 50 പിക്സൽ വലത്തോട്ട് നീങ്ങി നമ്മുടെ ബോക്സ്. അതുകൊണ്ട് തന്നെ അതിന്റെ തൊട്ടുമുകളിലെ എലമെന്റായ ഹെഡിങ്ങിൽ നിന്നും താഴോട്ടും 50 പിക്സൽ നീങ്ങി നമ്മുടെ ബോക്സ്. എന്നാൽ ഇത് ലെഫ്റ്റിലും ടോപ്പിലും മാത്രമല്ല അപ്ലൈ ആവുന്നത്. നമ്മളിങ്ങനെ മാർജിൻ 50 പിക്സൽ എന്ന ഒരൊറ്റ വാല്യൂ കൊടുക്കുമ്പോൾ അവിടെ ആ ബോക്സിന് ചുറ്റുമുള്ള മറ്റ് എലമെന്റുകളിൽ നിന്ന് 50 പിക്സൽ ഡിസ്റ്റൻസ് പാലിച്ച് മാത്രമേ നമ്മുടെ ബോക്സ് നിൽക്കുകയുള്ളൂ എന്നാണ് ഇതിനർത്ഥം. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മളുടെ സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ഒക്കെ പോലെയാണ് ഇതിന്റെ വർക്കിംഗ്. ഇവിടെ മാർജിൻ 50 പിക്സൽ എന്ന് ഡിഫൈൻ ചെയ്യുന്നത് വഴി നമ്മൾ ബോക്സിനോട് പറയുന്നു മറ്റെല്ലാ എലമെന്റുകളിൽ നിന്നും 50 പിക്സൽ വിട്ട് മാത്രമേ നിൽക്കാവൂ എന്ന്. ഞാൻ ഈ വാല്യൂ 2000 പിക്സൽ എന്നാകുന്നു. ഇപ്പോൾ ആ ഡിസ്റ്റൻസ് കൂടിയതായി കാണാം. ഇത് കുറച്ചുകൂടി ക്ലിയർ ആക്കാൻ ഒരു കാര്യം ചെയ്യാം. നമ്മുടെ ഡിവിന്റെ പുറത്ത് മറ്റൊരു പാരഗ്രാഫ് ഞാൻ ആഡ് ചെയ്യുന്നു. ലോറം 50 എന്ന് എഴുതി ടാബ് ബട്ടൺ അമർത്തി ഒരു പ്ലേസ് ഹോൾഡർ പാരഗ്രാഫ് ഞാൻ ആഡ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ആ മാർജിൻ അപ്ലൈ ആയത് ലെഫ്റ്റിലും ടോപ്പിലും മാത്രമല്ല താഴെയും കൂടി ഉണ്ടെന്ന് മനസ്സിലായില്ലേ? അതുപോലെ വലതുവശത്തും അതുണ്ട്. അവിടെ വേറെ എലമെന്റ് ഒന്നും ഇല്ലാത്തതിനാൽ അത് ഹിഡൻ ആണെന്നേ ഉള്ളൂ. അത് മനസ്സിലായി എന്ന് കരുതുന്നു. ഞാനത് വീണ്ടും 50 പിക്സൽ തന്നെ ആക്കുന്നു. ഇപ്പോൾ നമ്മൾ കൊടുത്തത് മാർജിൻ എന്ന പ്രോപ്പർട്ടി ആണല്ലോ. ഇത് 4 സൈഡിലും അപ്ലൈ ആവുമെന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾക്ക് ഓരോ സൈഡിൽ മാത്രമായി എങ്ങനെ മാർജിൻ അപ്ലൈ ചെയ്യാം എന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾക്ക് മാർജിൻ ടോപ്പ്, മാർജിൻ ബോട്ടം, മാർജിൻ ലെഫ്റ്റ്, മാർജിൻ റൈറ്റ് എന്നീ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഈ മാർജിൻ മാറ്റി മാർജിൻ ടോപ്പ് എന്നാക്കുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ആ 50 പിക്സൽ മാർജിൻ മറ്റ് സൈഡുകളിലൊന്നും അപ്ലൈ ആവാതെ മുകളിൽ മാത്രം അപ്ലൈ ആയത്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ മാർജിൻ ബോട്ടം 100 പിക്സൽ എന്നും മാർജിൻ ലെഫ്റ്റ് 25 പിക്സൽ എന്നും കൊടുക്കുന്നു. ഇവിടെ വേണമെങ്കിൽ മാർജിൻ റൈറ്റ് കൂടി ആഡ് ചെയ്യാം. പക്ഷേ അത് ചെയ്താലും ഇപ്പോൾ പ്രത്യേകിച്ചൊരു ചേഞ്ച് കാണില്ല. കാരണം റൈറ്റ് സൈഡിൽ മറ്റൊരു ഡിവ് ഒന്നും ഇപ്പോൾ ഇല്ലല്ലോ. അതും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമ്മൾക്ക് ഇതൊക്കെ കളഞ്ഞ് ജസ്റ്റ് മാർജിൻ 100 പിക്സൽ എന്നാക്കാം. 4 സൈഡിലും ഉണ്ടായിക്കോട്ടെ. ഈ മാർജിൻ എന്നാൽ നമ്മൾ നേരത്തെ കണ്ട മാർജിൻ ടോപ്പ്, മാർജിൻ റൈറ്റ്, മാർജിൻ ബോട്ടം, മാർജിൻ ലെഫ്റ്റ് എന്നിവയുടെ ഒരു ഷോർട്ട് ഹാൻഡ് ആണെന്ന് പറയാം. എന്ന് വെച്ചാൽ ഈ ഒരൊറ്റ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമ്മൾക്ക് ആ 4 എണ്ണവും കൺട്രോൾ ചെയ്യാം. ഇവിടെ ഇങ്ങനെ വെറും ഒരു 100 പിക്സൽ എന്ന് കൊടുത്താൽ അത് 4 സൈഡിലും അപ്ലൈ ആവും. എന്നാൽ ഇവിടെ ഇപ്പോൾ 100 പിക്സൽ സ്പേസ് 50 പിക്സൽ എന്ന് കൊടുത്താൽ അതിൽ 100 പിക്സൽ ടോപ്പിലും താഴെയും അപ്ലൈ ആവുന്നു. 50 പിക്സൽ ലെഫ്റ്റിലും റൈറ്റിലും അപ്ലൈ ആവുന്നു. 2 വാല്യൂ കൊടുക്കുമ്പോൾ അങ്ങനെയാണ്. ആദ്യത്തെ വാല്യൂ ടോപ്പ് ആൻഡ് ബോട്ടം, രണ്ടാമത്തെ വാല്യൂ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ 4 വാല്യൂ സ്പേസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 50 പിക്സൽ സ്പേസ് 100 പിക്സൽ സ്പേസ് 150 പിക്സൽ സ്പേസ് 25 പിക്സൽ എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, മുകളിൽ 50 പിക്സൽ മാർജിനും വലതുവശത്ത് 100 പിക്സൽ മാർജിനും താഴെ 150 പിക്സൽ മാർജിനും ലെഫ്റ്റ് സൈഡിൽ 25 പിക്സൽ മാർജിനും അപ്ലൈ ആയിരിക്കുന്നു. ഇതിന്റെ ഓർഡർ ഓർക്കാൻ ഇങ്ങനെ ചെയ്താൽ മതി. ഇത് ക്ലോക്ക് വൈസ് ആണ്. മുകളിൽ തുടങ്ങി ക്ലോക്ക് വൈസ് ഓർഡറിൽ ഓർത്താൽ മതി. ടോപ്പ്, റൈറ്റ്, ബോട്ടം, ലെഫ്റ്റ്, അങ്ങനെ. ഓക്കെ, മാർജിനെ കുറിച്ച് തൽക്കാലം അത്ര മതി. ഇനി നമുക്ക് ബോർഡറുകളെ കുറിച്ച് പഠിക്കാം. ബോർഡറിന് 3 പ്രധാന പ്രോപ്പർട്ടീസ് ഉണ്ട്. ബോർഡർ വിഡ്ത്ത്, ബോർഡർ കളർ, ബോർഡർ സ്റ്റൈൽ എന്നിവയാണവ. ഞാനിപ്പോൾ ഇവിടെ ബോർഡർ വിഡ്ത്ത് 5 പിക്സൽ എന്ന് കൊടുക്കുന്നു. ബോർഡർ കളർ റെഡ് എന്ന് കൊടുക്കുന്നു. ബോർഡർ സ്റ്റൈൽ സോളിഡ് എന്ന് കൊടുക്കുന്നു. ഇനി ഔട്ട്പുട്ട് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ ബോക്സിന് ചുറ്റും ഒരു 5 പിക്സൽ വിഡ്ത്തുള്ള ഒരു ബോർഡർ വന്നത്. ഇനി ഇതുപോലെ എനിക്ക് ഒരു സൈഡിൽ മാത്രമാണ് ബോർഡർ വേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതെങ്ങനെ എന്ന് നോക്കാം. ഇവിടെ നമുക്ക് ബോർഡർ വിഡ്ത്ത് എന്നതിന് പകരം ബോർഡർ ലെഫ്റ്റ് വിഡ്ത്ത് എന്നും അതുപോലെ തന്നെ ബാക്കി 2 പ്രോപ്പർട്ടീസും മാറ്റാം. ബോർഡർ ലെഫ്റ്റ് കളർ, ബോർഡർ ലെഫ്റ്റ് സ്റ്റൈൽ ഇങ്ങനെയാക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ആ ബോർഡർ ലെഫ്റ്റ് സൈഡിൽ മാത്രം വന്നത്. ഇതുപോലെ എനിക്ക് മുകളിലും ബോർഡർ വേണമെങ്കിൽ അടുത്ത 3 ലൈനുകളിൽ ഇതുപോലെ കൊടുക്കാവുന്നതാണ്. ബോർഡർ ടോപ്പ് വിഡ്ത്ത്, ബോർഡർ ടോപ്പ് കളർ, ബോർഡർ ടോപ്പ് സ്റ്റൈൽ ഇങ്ങനെ. അല്ലെങ്കിൽ വേണ്ട, നമ്മൾക്ക് റൈറ്റ് സൈഡിൽ ഒരു 8 പിക്സൽ വിഡ്ത്തുള്ള ഒരു ഗ്രീൻ കളർ ബോർഡർ ആഡ് ചെയ്യാം. ഞാനിവിടെ ബോർഡർ റൈറ്റ് വിഡ്ത്തായി 8 പിക്സൽ എന്ന് കൊടുക്കുന്നു. ബോർഡർ റൈറ്റ് സ്റ്റൈൽ സോളിഡ് എന്ന് കൊടുക്കുന്നു. ബോർഡർ റൈറ്റ് കളറായി ഗ്രീൻ എന്നും കൊടുക്കുന്നു. ഇപ്പോൾ അവിടെ വലതുവശത്ത് ഒരു പച്ച കളർ ബോർഡർ വന്നല്ലോ. ഇതുപോലെ നമ്മൾക്ക് ബോർഡർ ബോട്ടം വിഡ്ത്ത്, ബോർഡർ ബോട്ടം സ്റ്റൈൽ, ബോർഡർ ബോട്ടം കളർ എന്നുകൂടിയുണ്ട്. നമ്മുടെ ഇഷ്ടം പോലെ അതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഈ 3 പ്രോപ്പർട്ടീസ് ഒരു പർട്ടിക്കുലർ ഓർഡറിൽ തന്നെ വേണം എന്നൊന്നുമില്ല. ബോർഡർ വിഡ്ത്ത് കഴിഞ്ഞാൽ ഉടൻ ബോർഡർ കളർ എഴുതണം എന്നൊന്നുമില്ല. ഇനി ഈ 3 എണ്ണം ഉണ്ടല്ലോ,
അതിൽ ഒരെണ്ണം എഴുതാൻ മറന്നുപോയാൽ എന്താവും എന്ന് നോക്കാം. ഞാൻ ഈ ആദ്യത്തെ ലെഫ്റ്റ് സൈഡ് ബോർഡറിനെ ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിച്ച ഈ 3 CSS റൂളുകളിൽ ഒരെണ്ണം റിമൂവ് ചെയ്യുന്നു. നമ്മൾക്ക് ഈ ബോർഡർ ലെഫ്റ്റ് സ്റ്റൈൽ റിമൂവ് ചെയ്യാം. ഇപ്പൊ നോക്കൂ, ആ ബോർഡർ അവിടെ നിന്നും വാനിഷ് ആയി. അപ്പോൾ ബോർഡർ സ്റ്റൈൽ എന്നത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രോപ്പർട്ടിയാണ്. ഇനി നമ്മൾക്ക് ഈ ബോർഡർ ലെഫ്റ്റ് കളർ റിമൂവ് ചെയ്ത് നോക്കാം. കളർ റിമൂവ് ചെയ്തപ്പോൾ ബോർഡർ ഇവിടെ നിന്നും വാനിഷ് ആയില്ല. പകരം ആ റെഡ് കളർ മാറി ഒരു ഡിഫോൾട്ട് കളറിലേക്ക് പോയി. ഇത് കളറായി എടുക്കുന്നത് ഈ ബോക്സ് ക്ലാസ്സിലോ അതിൻ്റെ പാരന്റിലോ ഡിഫൈൻ ചെയ്ത കളർ പ്രോപ്പർട്ടി അനുസരിച്ചാണ്. ഇനി നമ്മൾക്ക് ബോർഡർ ലെഫ്റ്റ് വിഡ്ത്ത് മാത്രം കളഞ്ഞു നോക്കാം. ഇപ്പോൾ പേജ് നോക്കൂ, ബോർഡർ എങ്ങും പോയില്ല, പക്ഷേ അതിന്റെ വിഡ്ത്ത് ഒരു ഡിഫോൾട്ട് വിഡ്ത്തായി മാറിയിരിക്കുന്നതായി കാണാം. ഇത്രയും പറഞ്ഞത് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി ഒരു സിമ്പിൾ ആയ കാര്യം പറയാം. ബോർഡർ വിഡ്ത്ത്, കളർ, സ്റ്റൈൽ എന്നിങ്ങനെ 3 സെപ്പറേറ്റ് പ്രോപ്പർട്ടീസ് കൊടുക്കുന്നതിന് പകരം ഇത് 3ഉം കമ്പൈൻ ചെയ്ത ഒരു സിമ്പിൾ ഷോർട്ട് ഹാൻഡ് ഉണ്ട് നമ്മൾക്ക് CSS-ൽ. സിമ്പിളായി ബോർഡർ എന്നെഴുതി ഇവിടെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് സ്പേസ് സെപ്പറേറ്റഡ് ആയി കൊടുക്കാം. 5 പിക്സൽ സോളിഡ് റെഡ് എന്ന് കൊടുക്കാം. ഇതിൽ ഈ 5 പിക്സൽ എന്നത് നമ്മൾ നേരത്തെ കൊടുത്ത ബോർഡർ വിഡ്ത്തിനെ സൂചിപ്പിക്കുന്നു. സോളിഡ് എന്നത് ബോർഡർ സ്റ്റൈലാണ്, റെഡ് എന്നത് അതിന്റെ കളറാണ്. സിമ്പിൾ അല്ലേ? പൊതുവെ നമ്മൾക്ക് നേരത്തെ ചെയ്ത പോലെ സെപ്പറേറ്റ് ആയി 4 വശത്തെ ബോർഡർ ഡിഫൈൻ ചെയ്യേണ്ടി വരാറില്ല. സോ അത് കണ്ട് പേടിക്കേണ്ട, ഈ ഒരു ഷോർട്ട് ഹാൻഡ് പഠിച്ചു വെച്ചാൽ മതി. പൊതുവെ നമ്മൾ ഇതാണ് യൂസ് ചെയ്യുക. 2 പിക്സൽ സോളിഡ് ഗ്രീൻ അല്ലെങ്കിൽ 3 പിക്സൽ സോളിഡ് ബ്ലൂ അങ്ങനെയൊക്കെയാണ് നമ്മൾ ബോർഡറായി കൊടുക്കുക. എന്നാലും നിങ്ങൾ നേരത്തെ പറഞ്ഞ സെപ്പറേറ്റ് ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ബോട്ടം ബോർഡർ പ്രോപ്പർട്ടീസ് കൂടി പരീക്ഷിച്ചു നോക്കുക. അവ ഉപയോഗിച്ച് ചില പ്രത്യേക സ്റ്റൈലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾക്ക് 4 സൈഡിലും ഈക്വലായ ഒരു റെഡ് ബോർഡർ കിട്ടിയല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഓരോ സൈഡ് ബോർഡർ ഉണ്ടാക്കാനും 3 പ്രോപ്പർട്ടീസ് വീതം എഴുതേണ്ട. അതിന് ഇതുപോലെ ഷോർട്ട് ഹാൻഡ് ഉണ്ട്. ഇപ്പോൾ ഞാനിവിടെ ബോർഡർ ലെഫ്റ്റ് എന്ന് എഴുതി 5 പിക്സൽ സോളിഡ് ഗ്രീൻ എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ അവിടെ ലെഫ്റ്റ് സൈഡിൽ മാത്രം ഗ്രീൻ ബോർഡറും ബാക്കി സൈഡുകളിൽ റെഡ് ബോർഡറും വന്നത് കണ്ടില്ലേ? ഇത് എങ്ങനെയെന്ന് നോക്കാം. നമ്മളിവിടെ ഓൾറെഡി ബോർഡർ ഡിഫൈൻ ചെയ്തിട്ടുണ്ടല്ലോ. CSS പൊതുവെ റൂൾസ് വായിക്കുന്നത് മുകളിൽ നിന്നും താഴോട്ടാണ്. അപ്പോൾ CSS ആദ്യം ഈ ബോർഡർ ഡിഫൈൻ ചെയ്തത് കാണുന്നു. 4 സൈഡിലും റെഡ് കളറുള്ള ഒരു ബോർഡർ അപ്ലൈ ചെയ്യുന്നു. എന്നാൽ അടുത്ത ലൈൻ എത്തുമ്പോൾ ഇവിടെ നമ്മൾ ബോർഡർ ലെഫ്റ്റ് 5 പിക്സൽ സോളിഡ് ഗ്രീൻ എന്ന് കാണുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ബോർഡർ അങ്ങനെയാക്കുന്നു. ഇങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ്. എന്നാൽ ഞാൻ ഈ ബോർഡർ ലെഫ്റ്റ് എടുത്ത് ബോർഡറിന്റെ മുകളിൽ ഇട്ടു നോക്കുന്നു. ഇപ്പൊ നോക്കൂ, ഇത് വർക്ക് ആവില്ല. കാരണം CSS ആദ്യം കാണുന്നത് ബോർഡർ ലെഫ്റ്റ് ആണല്ലോ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഗ്രീൻ ബോർഡർ ആക്കുന്നു. എന്നാൽ അത് കഴിഞ്ഞ് CSS കാണുന്നു ഓൾ സൈഡ് റെഡ് ബോർഡർ ആണ് വേണ്ടതെന്ന്. അപ്പോൾ ഉടനെ എല്ലാം റെഡ് ആക്കി മാറ്റുന്നു. അപ്പോൾ നേരത്തെ ആക്കിയ ഗ്രീൻ ബോർഡർ ഓവർ റൈറ്റ് ചെയ്തു. അതുകൊണ്ട് ഞാൻ ഇത് പഴയ പോലെ ആക്കുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ബോർഡർ റൈറ്റ്, ബോർഡർ ബോട്ടം, ബോർഡർ ടോപ്പ് ഇങ്ങനെയൊക്കെ ചെയ്യാം. ഈ ഒരു ഫോർമാറ്റ് ഓർത്തു വെച്ചാൽ മാത്രം മതി. ഇനി ഞാൻ ഇതിന്റെ താഴെ ബോർഡർ സ്റ്റൈൽ എന്ന് ഡിഫൈൻ ചെയ്യുന്നു. ഇതിന്റെ വാല്യൂ നമ്മൾക്ക് ഇപ്പോൾ ഉള്ളത് മുകളിൽ ഡിഫൈൻ ചെയ്തപ്പോൾ സോളിഡ് എന്നാണല്ലോ കൊടുത്തത്. എന്നാൽ ഇതിന് ഒരുപാട് ഡിഫറെന്റ് വാല്യൂസ് കൊടുക്കാവുന്നതാണ്. അതിലൊന്നാണ് ഗ്രൂവ്. ഗ്രൂവ് എന്ന ബോർഡർ സ്റ്റൈൽ കൊടുത്താൽ ബോർഡർ ഇങ്ങനെയാവും. 5 പിക്സൽ ആയതുകൊണ്ട് അത് വ്യക്തമാവില്ല. അതുകൊണ്ട് ഞാൻ ഇതൊരു 15 പിക്സൽ ആക്കുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഗ്രൂവ് എന്ന ബോർഡർ സ്റ്റൈൽ. ഒരുതരം 3D എഫക്റ്റ് ഉള്ള ഒരു ബോർഡർ സ്റ്റൈലാണിത്. ഇതൊക്കെ ഇപ്പോൾ ആരും അങ്ങനെ യൂസ് ചെയ്യാറില്ല, എന്നാലും പരിചയപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ. ഇതുപോലെ മറ്റൊന്നാണ് ഇൻസെറ്റ്. ഇൻസെറ്റ് എന്ന സ്റ്റൈൽ ഇങ്ങനെയാണ്. ഇതും കുറച്ച് ഓൾഡ് സ്റ്റൈലാണ്. ഇനി മറ്റൊന്നാണ് ഡബിൾ. ഇത് കുറച്ച് നല്ലൊരു ബോർഡർ സ്റ്റൈലാണെന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റൊന്നാണ് ഡോട്ടഡ്. ഇതും നല്ലൊരു സ്റ്റൈലാണ്. പക്ഷെ ഇത് യൂസ് ചെയ്യുമ്പോൾ ബോർഡർ വിഡ്ത്ത് കുറച്ച് വെക്കണം. ഞാൻ അതൊരു 2 പിക്സൽ ആക്കുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ഡോട്ടഡ് കാണാൻ നല്ല ഒരു ബോർഡർ സ്റ്റൈലാണ്. എന്തായാലും ഈ ബോർഡർ സ്റ്റൈലൊന്നും ഒരുപാട് അങ്ങനെ യൂസ് ചെയ്യാറില്ല. പൊതുവെ എല്ലാവരും യൂസ് ചെയ്യുന്നത് സോളിഡ് എന്ന സ്റ്റാൻഡേർഡ് ആയ ബോർഡർ സ്റ്റൈലാണ്. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റൈലൊക്കെ പരീക്ഷിച്ചു നോക്കുക. അതുപോലെ പൊതുവെ ഇങ്ങനെ ബോർഡർ ഡിഫൈൻ ചെയ്ത ശേഷം അടുത്ത ലൈനിൽ വീണ്ടും ബോർഡർ സ്റ്റൈൽ അല്ലെങ്കിൽ ബോർഡർ ലെഫ്റ്റ് മാത്രമൊക്കെ ഓവർ റൈറ്റ് ചെയ്യുന്നത് വളരെ റെയർ കേസ് മാത്രമാണ്. പൊതുവെ നമ്മൾ സിമ്പിളായി ബോർഡർ 2 പിക്സൽ സോളിഡ് റെഡ് ഇങ്ങനെയൊക്കെ കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഏതായാലും ഈ 2 പിക്സൽ മാറ്റി 10 പിക്സൽ ആക്കാം. ബോർഡറുകളെ കുറിച്ച് അത്രയും മതി. ഇനി നമ്മൾക്ക് അടുത്ത പ്രോപ്പർട്ടി നോക്കാം. അതാണ് പാഡിംഗ്.
പാഡിങ്ങും മാർജിനും വർക്ക് ചെയ്യുന്നത് വളരെ സിമിലറായ രീതിയിലാണ്. ബേസിക്കലി രണ്ടും എംപ്റ്റി സ്പേസ് ക്രിയേറ്റ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഇപ്പോൾ മാർജിൻ നേരത്തെ കൊടുത്തതൊക്കെ മാറ്റി സിമ്പിളായി മാർജിൻ 100 പിക്സൽ എന്ന് കൊടുക്കുന്നു. അതുപോലെ താഴെ വന്ന് പാഡിംഗ് 100 പിക്സൽ എന്നും കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പേജ് നോക്കൂ, നമ്മുടെ ബോക്സിന് ചുറ്റുമുള്ള സ്പേസ് 100 പിക്സലായി മാറി. അത് മാർജിൻ ആണെന്ന് നേരത്തെ പറഞ്ഞതാണല്ലോ. അപ്പോൾ പാഡിംഗ് ആഡ് ചെയ്തപ്പോൾ വന്ന ചേഞ്ച് എന്താണെന്ന് കണ്ടില്ലേ? ബോക്സിന്റെ ഉള്ളിൽ ചുറ്റുമായി 100 പിക്സൽ വീതം എംപ്റ്റി സ്പേസ് ക്രിയേറ്റ് ചെയ്തു. ഇതിനെ സിമ്പിളായി നമ്മൾക്ക് ഇങ്ങനെ പറയാം: മാർജിൻ ബാക്ക്ഗ്രൗണ്ട് കളർ ഉൾപ്പെടുത്താതെ എംപ്റ്റി സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നു. പാഡിംഗ് ബാക്ക്ഗ്രൗണ്ട് കളർ ഉൾപ്പെടെ ബോർഡറിനകത്ത് എംപ്റ്റി സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് കളറും ബോർഡറും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇവ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ ഇവിടെ നിന്നും ഈ ബാക്ക്ഗ്രൗണ്ട് കളർ ആൻഡ് ബോർഡർ റിമൂവ് ചെയ്യുന്നു. ഇപ്പോൾ നോക്കിയാൽ ഇത് ഒരു വലിയ മാർജിൻ വാല്യൂ അഥവാ 200 പിക്സൽ മാർജിൻ ഒക്കെ ആഡ് ചെയ്തതുപോലെ തന്നെയാണല്ലോ കാണുന്നത്. പൊതുവെ എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്നത് അവർ ബോർഡറോ ബാക്ക്ഗ്രൗണ്ട് കളറോ ആഡ് ചെയ്യാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഇവയെക്കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യമേ തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ആഡ് ചെയ്ത ശേഷം മാർജിനും പാഡിങ്ങും ആഡ് ചെയ്ത് പഠിക്കുക. ഒരു ബോർഡർ കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്. അതും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി അൺഡു ചെയ്യാം. ഇനി ഇതും നമുക്ക് നേരത്തെ ബോർഡർ ചെയ്തതുപോലെ ചെയ്യാവുന്നതാണ്. പാഡിംഗ് ലെഫ്റ്റ്, പാഡിംഗ് റൈറ്റ്, പാഡിംഗ് ടോപ്പ്, പാഡിംഗ് ബോട്ടം, ഇങ്ങനെ നമ്മൾക്ക് ഓരോ സൈഡിലും ഓരോ പാഡിംഗ് വാല്യൂ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ പാഡിംഗ് ടോപ്പായി 25 പിക്സൽ കൊടുക്കുന്നു, പാഡിംഗ് ലെഫ്റ്റായി 50 പിക്സൽ കൊടുക്കുന്നു, പാഡിംഗ് റൈറ്റ് 100 പിക്സൽ എന്നും പാഡിംഗ് ബോട്ടം 250 പിക്സൽ എന്നും കൊടുക്കുന്നു. ഇപ്പോൾ നോക്കൂ, ഓരോ സൈഡിൽ ഓരോ വലിപ്പത്തിലുള്ള എംപ്റ്റി സ്പേസ് വന്നിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ടോപ്പിൽ 25 പിക്സൽ ഗ്യാപ്പ് വന്നു, ലെഫ്റ്റിൽ 50 പിക്സൽ ഗ്യാപ്പ് വന്നു, റൈറ്റ് സൈഡിൽ 100 പിക്സൽ ഗ്യാപ്പ് വന്നു. അതുപോലെ തന്നെ താഴെ 250 പിക്സൽ എന്ന വലിയ ഒരു എംപ്റ്റി സ്പേസ് വന്നു. ഇത് എത്രമാത്രം ഉപകാരപ്രദമായ ഒരു പ്രോപ്പർട്ടിയാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പ്രോപ്പർട്ടിയാണ്. നേരത്തെ പറഞ്ഞ ഓരോന്നിനും ഓരോ ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നല്ലോ, അതുപോലെ തന്നെ പാഡിങ്ങിനും ഉണ്ട്. ഇത് മാർജിൻ പോലെ തന്നെയാണ്. പാഡിംഗ് ലെഫ്റ്റ്, റൈറ്റ് എന്നൊക്കെ സെപ്പറേറ്റ് ആയി എഴുതുന്നതിന് പകരം നമ്മൾക്ക് സിമ്പിളായി പാഡിംഗ് എന്ന് എഴുതി ഇവിടെ ഒരൊറ്റ വാല്യൂ കൊടുക്കുന്നതിന് പകരം മാർജിന്റെ കേസ് പറഞ്ഞതുപോലെ ടോപ്പ്, റൈറ്റ്, ബോട്ടം, ലെഫ്റ്റ് ഇങ്ങനെയുള്ള ഓർഡറിൽ വാല്യൂ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ കൊടുത്ത അതേ വാല്യൂകൾ ഇവിടെ കൊടുക്കുന്നു. 25 പിക്സൽ സ്പേസ് 100 പിക്സൽ സ്പേസ് 250 പിക്സൽ സ്പേസ് 50 പിക്സൽ. ഇപ്പോൾ അതേ പാഡിംഗ് വന്നത് കണ്ടല്ലോ. ഇങ്ങനെയും നമ്മൾക്ക് സിമ്പിളായി പാഡിംഗ് ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ സിമ്പിളായി 100 പിക്സൽ എന്ന് കൊടുത്താൽ ഓൾ 4 സൈഡ്സ് 100 പിക്സൽ പാഡിംഗ് വരുന്നു. എന്നാൽ ഇപ്പോൾ കൊടുത്ത പോലെ ഇങ്ങനെ കൊടുത്താൽ ഓരോ സൈഡ് നമ്മൾ സ്പെസിഫിക് ആയി വാല്യൂ പറയുന്നു. ഇനി 4 വാല്യൂകൾ കൊടുക്കുന്നതിന് പകരം 2 വാല്യൂകൾ കൊടുത്താൽ ആദ്യത്തെ വാല്യൂ മുകളിലും താഴെയുമുള്ള പാഡിംഗ് ആയും രണ്ടാമത്തെ വാല്യൂ ലെഫ്റ്റ്, റൈറ്റ് ഉള്ള പാഡിംഗ് ആയും എടുക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ 3 വാല്യൂ ആയിട്ടും കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ 100 പിക്സൽ സ്പേസ് 0 സ്പേസ് 200 പിക്സൽ എന്ന് കൊടുത്താൽ ടോപ്പ് വാല്യൂ ആണ് 100, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വാല്യൂ ആണ് 0 ആൻഡ് ബോട്ടം വാല്യൂ ആണ് 200 പിക്സൽ. വേണമെങ്കിൽ ഇങ്ങനെയും കൊടുക്കാവുന്നതാണ്. പാഡിംഗ്, മാർജിൻ ഇത് രണ്ടും വാല്യൂ കൊടുക്കുന്നത് ഒരേ ഫോർമാറ്റിലാണ്, അത് ഓർത്തു വെക്കുക. ഇനി ഇതൊക്കെ പഴയ പോലെ ആക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബോക്സ് മോഡലിന്റെ പ്രധാന കാര്യങ്ങൾ പറഞ്ഞു. ഇനി അതിൽ വരുന്ന മറ്റൊരു പ്രധാന കാര്യം കൂടി പറയാം. ബോക്സ് മോഡൽ ഓരോ എലമെന്റിന്റെ വിഡ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെ എന്നതാണ് അത്. നമ്മൾ ഈ ഒരു ബോക്സിന് വിഡ്ത് കൊടുത്തത് 300 പിക്സൽ എന്നാണല്ലോ. എന്നാൽ ഈ മാർജിനും പാഡിങ്ങും ബോർഡർ വിഡ്ത്തും ഒക്കെ കൂടിയാണ് നമ്മളുടെ ബോക്സിന്റെ ഇപ്പോഴത്തെ വിഡ്ത്. അത് എങ്ങനെയെന്ന് നോക്കാം. നമ്മളിവിടെ 300 പിക്സൽ വിഡ്ത് കൊടുത്തു, അതാണ് കണ്ടന്റ് വിഡ്ത്. ഈ കണ്ടന്റ് കഴിഞ്ഞാൽ ഉടനെ വരുന്നത് പാഡിംഗ് ആണല്ലോ. അപ്പോൾ പാഡിംഗ് നമ്മൾ 100 പിക്സൽ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി അത് 4 സൈഡിലും വരുമല്ലോ. അപ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും പാഡിംഗ് 100 പിക്സൽ ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി എത്രയായി? 200 പിക്സൽ അങ്ങനെ മാത്രമായി വന്നു. ബോർഡർ നമ്മൾ 10 പിക്സൽ ആണല്ലോ കൊടുത്തത്. അപ്പോൾ 2 സൈഡിലും കൂടി അത് 10+10 അഥവാ 20 പിക്സലായി മാറി. ഇപ്പോൾ കണ്ടന്റ് വിഡ്ത് 300 പിക്സൽ എന്നും പാഡിംഗ് ആഡ് ചെയ്യുമ്പോൾ 300 + 200 = 500 പിക്സൽ എന്നും ആവുന്നു. ബോർഡർ 2 സൈഡിലെയും ആഡ് ചെയ്യുമ്പോൾ 520 പിക്സൽ ആയി. ഇതുപോലെ ഇതിന് പുറത്തുള്ള മാർജിൻ കൂടി നമ്മൾ ആഡ് ചെയ്യണം. 100 പിക്സൽ ആണുള്ളതെങ്കിൽ 2 സൈഡ് കൂടി 200 പിക്സൽ ആയല്ലോ. ഈ 200 പിക്സൽ കൂടി ആഡ് ചെയ്യുമ്പോൾ 520 + 200 = 720 പിക്സൽ ആയി മാറുന്നു ഈ ബോക്സിന്റെ ടോട്ടൽ വിഡ്ത്. ഇതിന്റെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ മനസ്സിലാവില്ല, കാരണം ഇപ്പോൾ ഇവിടെ ഒരു ബോക്സ്
എന്ന ഡിവ് മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾ ഒന്നിലധികം ഡിവ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ ഓരോന്നിന്റെയും വിഡ്ത് എത്രയാണെന്ന് നോക്കി വേണം പേജ് ഡിസൈൻ ചെയ്യാൻ. അല്ലെങ്കിൽ നിങ്ങൾ അത് വലതുവശത്ത് വരണമെന്ന് വിചാരിക്കുമ്പോൾ അത് ചിലപ്പോൾ അടുത്ത ലൈനിലേക്ക് പോകും. അതുകൊണ്ട് വിഡ്ത് ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് ഓർത്തു വെക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് CSS ബോക്സ് മോഡൽ എന്താണെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് കരുതുന്നു. ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വെച്ച് നല്ലൊരു പേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോയിൽ നമ്മൾ കൂടുതൽ CSS റിലേറ്റഡ് കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ്സിൽ പറയുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും ദിസ് ഇസ് മീ നിവേദ് കന്നഡ സൈനിങ് ഓഫ്.